വെൽക്കം ടു റീബ്സ് വേൾഡ്. ഞാൻ റീബ അനിൽ. കോട്ടയം സ്റ്റൈലിലുള്ള ഒരു മീൻ മപ്പാസ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കരിമീനാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കരിമീൻ മപ്പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 400 ഗ്രാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ കഷ്ണങ്ങളാണ്. മീൻ വൃത്തിയാക്കുമ്പോൾ വെള്ളവും ഉപ്പിൻ്റെയും കൂടെ കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉളുമ്പ് മണം മാറിക്കും. മീൻ വറക്കുവാനുള്ള അരപ്പാദ്യം തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി മഞ്ഞൾ 1/4 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര് എന്നിവ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അരപ്പ് മീനിൽ നന്നായി പുരട്ടിയെടുത്തതിന് ശേഷം മിനിമം 1 മണിക്കൂർ വെച്ചേക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുത്തതിന് ശേഷം മീൻ കഷ്ണങ്ങൾ വറുത്തെടുക്കണം. മീൻ നന്നായി വറുത്തെടുക്കേണ്ട, ഒരു 3/4 വേവായാൽ മതി. മീൻ്റെ അടിവശം വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ തിരിച്ചിട്ട് വറുത്തെടുക്കാം. മീൻ ഇവിടെ 3/4 വേവായിട്ടുണ്ട്. അധികമുള്ള എണ്ണമയം പോകാൻ വേണ്ടി നമുക്കൊരു ടിഷ്യൂ പേപ്പർ വിരിച്ച് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. മീൻ മുഴുവൻ മാറ്റി വെച്ചതിന് ശേഷം ഒരു മൺചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് ഈ വറുത്ത എണ്ണ ഒഴിക്കും. എണ്ണ മുഴുവൻ ചട്ടിയിലാകാൻ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് വെളുത്തുള്ളി അല്ലി അരിഞ്ഞത് 5 എണ്ണം, ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് 1 ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില 2 തണ്ട് എന്നിവയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 2 ചെറിയ തക്കാളി വലിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർക്കുക. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ വറുത്ത എണ്ണയിലാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇത് അരമുറി തേങ്ങ തിരുമിയതിൽ നിന്നെടുത്ത് 2ാം പാലാണ്. ഇതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടി മൂടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം ഇതിലോട്ട് വറുത്ത വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി പതുക്കെ വെച്ച് കൊടുക്കും. ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ഗ്രേവി ഇതിൻ്റെ മുകളിലായിട്ട് പതുക്കെ ഒഴിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഏകദേശം 5 മിനിറ്റ് മതിയാവും. ഇനി നമുക്ക് മൂടിയൊന്ന് മാറ്റി നോക്കാം. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിരിക്കുന്നതായി കാണാം.
ഇനി ഇതിലോട്ട് അരമുറി തേങ്ങയുടെ 1/4 പാല് ഒഴിച്ചു കൊടുക്കാം. യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി ചട്ടി ഒന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ആവോലി, നെയ്മീൻ, കൊഞ്ച് എന്നിവയൊക്കെ ഉപയോഗിച്ച് മപ്പാസ് ചെയ്യാം. വളരെ നല്ല സ്വാദുള്ള ഒരു മീൻ കറിയാണിത്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ചോറ് എന്നിവയുടെ ഒപ്പം കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി റീച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.